പാലക്കാടിന്റെ കർഷക മനസ്സാണ് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വിജയപരാജയങ്ങൾ നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് തന്നെ കർഷകരുടെ മനസ്സറിയുക എന്ന ലക്ഷ്യത്തോടെയാണ് ഞങ്ങളുടെ ഈ യാത്ര. തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുമ്പോൾ രാഷ്ട്രീയം നോക്കുമോ അതോ വികസന പ്രവർത്തനങ്ങൾ, എന്ത് മാനദണ്ഡം അടിസ്ഥാനമാക്കിയായിരിക്കും വോട്ട് ചെയ്യുക? വികസനം നോക്കിയിട്ടേ വോട്ട് ചെയ്യുള്ളൂ. വോട്ടർമാരിൽ അധികവും വനിതകളാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ മനസ്സറിയുക എന്ന ലക്ഷ്യം കൂടി നമുക്കുണ്ട്. വോട്ട് ചെയ്യുമ്പോൾ എന്ത് അടിസ്ഥാനത്തിലായിരിക്കും വോട്ട് ചെയ്യുക? വോട്ട് ചെയ്യുക പറഞ്ഞാൽ തന്നെ പണി ചെയ്താലേ ജീവിക്കാൻ വഴിയുള്ളൂ. അപ്പം പണി ചെയ്ത് ഞങ്ങൾക്ക് എന്താണ് കൂലിയും വലിയും കിട്ടണം. ഇന്നത്തെ സാധനത്തിന്റെ വിലയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഇത് വേണം. കൂടുതൽ കർഷകരെയും അവരുടെ മനസ്സറിയുകയും അവരുടെ നിലപാടുകൾ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ മലമ്പുഴ പ്രദേശത്തു നിന്നും നമ്മൾ ചുള്ളിപ്പള്ളത്തേക്കാണ് ഇനി യാത്ര ചെയ്യുന്നത്. നമസ്കാരം ചേട്ടാ. തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണമൊക്കെ ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ശക്തമായിട്ടുണ്ടല്ലോ അല്ലേ? ശക്തമായിട്ടുണ്ട്. കാർഷിക രംഗത്ത് കൃഷിക്കാർക്ക് യാതൊരു ഗുണവുമില്ല. എല്ലാവരും വരുമ്പോഴൊക്കെ അത് ചെയ്ത് തരും ഇത് ചെയ്ത് തരും എന്ന് പറഞ്ഞിട്ട് വാഗ്ദാനം തരുന്നുണ്ട്. കാർഷിക മേഖലയിൽ കാര്യമായ വിഷയങ്ങളുണ്ടോ? കാർഷിക വശമായി നമ്മൾ ഈ കൃഷിയെ പറ്റിയേ നമുക്ക് താല്പര്യമില്ല. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പഠിപ്പില്ല. തെരഞ്ഞെടുപ്പൊക്കെ ആണല്ലോ, അപ്പോൾ എങ്ങനെയുണ്ട്? കൃഷിയൊക്കെ എങ്ങനെ നന്നായി വരുന്നുണ്ടോ? സ്വന്തം അധ്വാനങ്ങളും ഇതൊക്കെ തന്നെ. പിന്നെ നമ്മളവിടെയൊക്കെ വന്യമൃഗങ്ങളൊക്കെ ഭയങ്കര ശല്യമാണ്. ഇതപ്പോൾ നമ്മൾ സ്വന്തം ഫെൻസിങ് സ്വന്തമായിട്ട് ചെയ്തിരിക്കുകയാണ്. കൃഷിക്ക് വെള്ളത്തിൻ്റെ പ്രശ്നമുണ്ടോ? വെള്ളത്തിൻ്റെ പ്രശ്നം ഇതപ്പോൾ നമുക്ക് കിണറുണ്ട്, പോരാ. എന്നാലും അതിൽ നമ്മൾ ട്രിപ്പ് പോലെ ചെറിയ പൈപ്പൊക്കെ വെച്ചിട്ടാണ് നനച്ചുകൊണ്ടിരിക്കുന്നത്. കൃഷിക്ക് പിന്നെ വള ലഭ്യത, അതിൻ്റെ വില വർധന, അങ്ങനെ ഒരു വിഷയമുണ്ടോ? വില വർധനങ്ങളൊന്നുമില്ല. ഇപ്പോൾ വളമൊക്കെ വിലകളൊക്കെ ഉള്ളത് തന്നെ. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കി വിൽക്കാൻ പോകുന്ന സാധനത്തിനൊന്നും വിലയില്ല. നമ്മൾ വാങ്ങിക്കുന്നതിൽ നല്ല വിലകളുണ്ട്. നമ്മൾ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കർഷകരുടെ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ കേട്ടു. ചേട്ടന് ഓട്ടോറിക്ഷ തൊഴിലാളി എന്നുള്ള രീതിയിൽ ചേട്ടൻ എന്തെങ്കിലും ഇനി പറയാനുണ്ടോ തെരഞ്ഞെടുപ്പ് കാലത്ത്? തെരഞ്ഞെടുപ്പ് കാലത്തെന്ന് പറഞ്ഞാൽ പൊതുവെ ഡീസൽ വിലയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിൽ തോന്നിക്കൊണ്ടിരിക്കുന്നത്. ഭേദപ്പെട്ട ഒരു വരുമാനം കിട്ടാൻ ഡീസലിൻ്റെ വില ഏത് തരത്തിലെത്തിയാൽ കഴിയും? ഒരു 40-45. നമുക്കിപ്പോൾ ഒരു കൊല്ലം മുന്നേ നമുക്ക് ആ ചാർജ് തന്നെ ഉണ്ടായിരുന്നു. 40-42 രൂപ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വരുമാനം അതിനനുസരിച്ച് ഒരു ഈക്വലായിരുന്നു. ഓക്കെ, ഞങ്ങൾ ഈ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും ചേട്ടന് പ്രത്യേകം നന്ദി. ഈ തെരഞ്ഞെടുപ്പ് കാലത്തും കർഷകരുടെയും സാധാരണക്കാരുടെയും പ്രശ്നങ്ങളും പരാതികളും തീരുന്നില്ല എന്നാണ് യാത്രയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത്. ഓട്ടോ ഡ്രൈവർ ചന്ദ്രനും ക്യാമറമാൻ അഭിലാഷ് ഓങ്ങല്ലൂരിനുമൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.